നമസ്കാരം. യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മിൽ മിക്കവാറും പേർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെ പോലെയോ അതുമല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ പോലെയോ ബന്ധുക്കളെ പോലെയോ ഒന്നും നമുക്ക് ഉയർന്ന നിലയിൽ എത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു തോന്നൽ പലപ്പോഴും ഉണ്ടായിരിക്കും. ഈ തോന്നൽ ശരിയുമായിരിക്കും. ഇത് നമുക്ക് കഴിവില്ലാതെയോ അതുമല്ലെങ്കിൽ നാം കഠിന പരിശ്രമം ചെയ്യാതെയോ ഒന്നുമല്ല എന്നുള്ള സത്യമാണ് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. നമ്മുടെ തന്നെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ കൊണ്ടാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരെ പോലെ പുരോഗമിക്കാതിരുന്നത് എന്ന സത്യം നാം ആദ്യമായി മനസ്സിലാക്കണം. നാം എല്ലാവരും തന്നെ മറ്റുള്ളവരെ പോലെ തന്നെ കഴിവുള്ളവരാണ്. മറ്റുള്ളവരെക്കാൾ പലപ്പോഴും പല വിഷയങ്ങളിലും നമുക്ക് അറിവും കൂടുതലായിരിക്കും. എന്നാൽ മറ്റുള്ളവരെ പോലെ നമ്മുടെ ജീവിതം അത്ര പുരോഗമിച്ചതായി നമുക്ക് തന്നെ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ നമുക്ക് പുരോഗതി സാധ്യമാകാതിരുന്നത്? നമ്മുടെ കഴിവുകളും നമ്മുടെ അഭിരുചികളും നമ്മുടെ അറിവുകളും നാം മറ്റുള്ളവരുടെ ഉപയോഗത്തിനായി മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നാം ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിന്ന അടിസ്ഥാനപരമായ കാരണം. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ നാം പരിശ്രമിക്കാതിരുന്നത് നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടായിരിക്കുകയില്ല. നമ്മുടെ ഭയം കൊണ്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ നാണം കൊണ്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ സംശയം കൊണ്ടോ ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടോ നാം നമ്മുടെ കഴിവുകളും നാം നമ്മുടെ അറിവുകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും നാം പിന്മാറി നിന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം. ജീവിതം വളരെ സന്തോഷകരമായും വിജയപ്രദമായും ഊർജ്ജസ്വലമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വഭാവവും അവരുടെ പ്രവർത്തികളും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അവരുടെ അറിവുകളും അവരുടെ കഴിവുകളും അവർ ഏതെങ്കിലും നിലയ്ക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ അവർ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണമായി, നിങ്ങൾ സംഗീതത്തിൽ അഭിരുചിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഗാനം മറ്റുള്ളവർക്ക് കേട്ട് ആസ്വദിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ചെറിയ സർക്കിളിൽ നിങ്ങളുടെ ഗാനങ്ങൾ ആലപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കലകളിലോ ഏതെങ്കിലും കായിക വിനോദങ്ങളിലോ നിങ്ങൾക്ക് അഭിരുചികളുണ്ടെങ്കിൽ ആ അഭിരുചികൾ മറ്റുള്ളവർക്കും കൂടി ആസ്വദിക്കാവുന്ന രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് മാത്രം പ്രയോജനം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നില്ല. അത് നിങ്ങൾക്കൊരു നേരം പോക്കിന് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് ആ കലകളൊന്നും തന്നെ ആ കഴിവുകളൊന്നും തന്നെ പ്രയോജനപ്പെടുന്നില്ല. നിങ്ങൾക്ക് അഭിരുചിയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നന്നായി അറിവുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ അതിൽ കൂടുതൽ അറിവ് സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നല്ല അറിവ് നേടുവാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതുകൊണ്ടായില്ല. നിങ്ങളുടെ ആ അറിവ് മറ്റുള്ളവർക്ക് പ്രയോജനമായ രീതിയിൽ ഒന്നുകിൽ ആ അറിവ് മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുകയോ അതുമല്ലെങ്കിൽ ആ അറിവ് പ്രാക്ടിക്കലായി സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാനോ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾക്കു തന്നെ പ്രയോജനമുണ്ടാവുകയുള്ളൂ. കായിക രംഗങ്ങളിലോ സാഹിത്യ രംഗങ്ങളിലോ അതുമല്ലെങ്കിൽ ബിസിനസ്സിലോ രാഷ്ട്രീയത്തിലോ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലോ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ
നിങ്ങളുടെ കഴിവുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരുന്നത്. ഇങ്ങനെ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം ആവശ്യമാണ്. നിങ്ങളുടെ ഭയവും സംശയവും നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള നിങ്ങളുടെ അപകർഷതാബോധവും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പ്രതിബന്ധങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും ചെയ്യുന്നതായിരിക്കുകയില്ല. നിങ്ങളുടെ കഴിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തിയായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ഏറ്റവും ചെറിയ കഴിവ് പോലും, ഏറ്റവും ചെറിയ അറിവ് പോലും ഒരു കൂട്ടം ആളുകൾക്ക്, ഒരു സമൂഹത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾക്ക് ആ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു പ്രകൃതി നിയമം കൂടിയാണ്. കാരണം ഒരു വൃക്ഷം അതിൻ്റെ ജീവിതകാലത്ത് അത് പലതരത്തിൽ മറ്റ് ജീവികൾക്കും മനുഷ്യർക്കും പ്രകൃതിക്കും തന്നെ അത് പല വിധത്തിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. നാം പഠിച്ചിട്ടുണ്ട്, വൃക്ഷങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുന്നു എന്നും വൃക്ഷങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നുവെന്നും അതുപോലെ തന്നെ അനേകം പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ഒരു വൃക്ഷം തണലേകുന്നുവെന്നും അവർക്ക് പാർപ്പിടമൊരുക്കുന്നുവെന്നും ഉള്ള പലതരം കാര്യങ്ങൾ ഒരു വൃക്ഷത്തിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഒരു വൃക്ഷം പോലും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിലാണ് അത് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പല വിധത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം തോന്നിയേക്കാം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അവൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ നിലകൊള്ളുന്നത് എന്ന്. അവരും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിലാണ് ഇൻഡയറക്റ്റായി അവരുടെ ജീവിതം നയിക്കുന്നത്. കാരണം അവർ എന്തെങ്കിലും ഒരു സേവനം ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം അവരെ അവിടെ തൊഴിലിൽ ആക്കിയിരിക്കുന്നത്. ആ സ്ഥാപനം സമൂഹത്തിനുള്ള ഏതെങ്കിലും ഒരു സേവനം ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മറ്റ് സമൂഹങ്ങൾക്ക് അതുമല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾക്ക് പ്രയോജനം ചെയ്യാതെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുവാനേ സാധിക്കുന്നതല്ല. നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമല്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാൻ അർഹതയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ചെറിയ അഭിരുചികൾ പോലും, നമ്മുടെ ഏറ്റവും ചെറിയ കഴിവുകൾ പോലും, നമ്മുടെ സമയം, ഇതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായ രീതിയിൽ നാം എങ്ങനെ ഡിസൈൻ ചെയ്ത് എങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന് ആ കഴിവുകളെയും അഭിരുചികളെയും അറിവിനെയും നമ്മുടെ ജീവിതചര്യകളുമായി യോജിപ്പിച്ച് നമ്മുടെ അഭിരുചികളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം പ്രകടിപ്പിക്കുന്നുവോ അത്രയും നാം വിജയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ ഓരോന്നോരോന്നായി കണ്ടെത്തി നിങ്ങളുടെ അറിവുകളെ നിങ്ങൾ ഓരോന്നോരോന്നായി വിശകലനം ചെയ്ത് അത് എപ്രകാരം നിങ്ങളുടെ സഹജീവികളിലേക്ക് എത്തിക്കാമെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയും അത് മറ്റുള്ളവർക്കും കൂടി ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.